ഈ സ്വതന്ത്രവാദം ഉന്നയിച്ചാണ് 89-ൽ പിളർപ്പുണ്ടാകുന്നത്. ഇപ്പോൾ സമസ്തയ്ക്കകത്ത് EK വിഭാഗത്തിനകത്ത് വീണ്ടും അങ്ങനെ ഒരു സ്വതന്ത്രവാദം വരുന്നുണ്ട്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? EK വിഭാഗം സമസ്തയുടെ അസ്തിത്വത്തെ തിരിച്ചറിഞ്ഞു, അതിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിലൊരു വിഭാഗം ഇപ്പോൾ ലീഗിനോടൊപ്പം നിൽക്കണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ ഒരു തർക്കത്തിൽ മുമ്പുണ്ടായതുപോലെ തന്നെ എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിലൊരു വിഭാഗം വീണ്ടും ഒരു പിളർപ്പിലേക്ക് പോകുന്നു എന്നുള്ളത് പിളരരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുതന്നെയാണ് എല്ലാവരുടെയും ഉള്ളിലുള്ള ആഗ്രഹം. മൊത്തത്തിലൊരു സമസ്തയുടെ ഐക്യത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ. ഈ രണ്ട് വിഭാഗവും EKയും AP അടുക്കണം എന്ന് പറയുന്നുണ്ട്. ആ ഐക്യം എന്ന് പറയുന്ന ഒരു ആശയം ഇപ്പോഴും ഉണ്ടോ മനസ്സിൽ? മാനസികമായ ഐക്യം ഓൾറെഡി സാധ്യമായിട്ടുണ്ട്. ഉണ്ട്. അത് സംഘടനാപരമായ ഒരു സംഘടനാപരമായ ഏകീകരണമാണ് നിങ്ങൾ പറയുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംഘടനാപരമായ ഏകീകരണം എന്നത് ആവാം, അതത്ര നിർബന്ധമൊന്നും